ശാസ്ത്രവും സാങ്കേതികവിദ്യയും മനുഷ്യരോട് എന്തു ചെയ്യും? ശാസ്ത്രവും സാങ്കേതികവിദ്യയും മനുഷ്യനെ സഹായിക്കുമോ? എന്താ സംശയം? ഇപ്പോൾ നോക്കൂ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി നല്ല വിഷ്വൽ, നല്ല ശബ്ദം ഉപയോഗിച്ച് അപ്പുറത്തിരിക്കുന്ന ഇനി വരാൻ പോകുന്നവർക്കും ഇപ്പോൾ ലോകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗത്തുള്ള മനുഷ്യർക്കും പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ ജനിച്ചാൽ, പണ്ട് ഒരു 100 കൊല്ലം മുമ്പ് ജനിച്ചാൽ, ഞാൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ഉള്ളിലൊരു അറിവുണ്ട്. മനുഷ്യൻ വായ്മൊഴിയായി അറിവ് പകർന്നു വന്നിരുന്ന ഒരു കാലത്ത്, വായ്മൊഴിയാണ്. അപ്പുറത്തൊരാൾ വേണം, സൂക്ഷിച്ചു വെക്കാൻ ഒരു മനുഷ്യൻ വേണം. ആ മനുഷ്യൻ പോയാൽ ആ അറിവങ്ങ് പോവുകയാണ്. എത്രയോ അറിവ് നമുക്കങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെയാണ് മനുഷ്യൻ ആദ്യമായിട്ട് എഴുത്ത് കണ്ടുപിടിക്കുന്നത്. അതൊരു ആദ്യത്തെ സാങ്കേതിക വിദ്യയാണ്. ഒരു സാങ്കേതിക വിദ്യയാണ് എഴുത്ത്. ആയുധം പോലെ, അഗ്നി കണ്ടുപിടിച്ചതുപോലെ. ആ എഴുത്തിലൂടെ ഉണ്ടായിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ക്യാമറയിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രം പറയുന്നു. ആദ്യം ഗുഹാഭിത്തികളിൽ എഴുതുന്നു, പിന്നെ ബൂർജ് പത്ര എന്ന് പറയുന്ന മരത്തിൻ്റെ തൊലിയിൽ എഴുതുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം തൻ്റെ അറിവ് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ആദ്യം എഴുതി വയ്ക്കുന്നു. ഗുഹകളിൽ, മരത്തോലിൽ ഇങ്ങനെ എഴുതി വയ്ക്കപ്പെടുകയും അറിവ് പകരുകയും ചെയ്തു. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞ് അത് പുസ്തകങ്ങളുണ്ടായി. പിന്നെ ശബ്ദം, മനുഷ്യന് എന്തൊരു കൊതിയായിരിക്കും വ്യാസൻ സംസാരിച്ച ശബ്ദത്തിൽ നമ്മളൊന്ന് ശബ്ദത്തിൽ കേൾക്കുക എന്ന് പറയുന്നത്. നമ്മളെ വന്ന് തൊടും ഭയങ്കര ആഴത്തിൽ. അങ്ങനെ നമ്മൾ ശബ്ദത്തെ ലോകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഇപ്പതാ ഇവിടെ വന്ന് നിൽക്കുന്ന വീഡിയോയിലൂടെ നമ്മൾ പകർത്തുകയും ശബ്ദവും കാഴ്ചയും എഴുത്തും പറയാനുള്ള അറിവും എത്ര തരം മാധ്യമങ്ങളിലൂടെ ആ വായ്മൊഴി എന്നതിൽ നിന്ന് മാറി ഭാഷ കണ്ടുപിടിച്ചു, വരമൊഴിയായി എഴുതി വെച്ചു, അത് പകർന്നു കൊടുത്തു. അത് പിന്നെ ശബ്ദരേഖയിലൂടെ, പിന്നെ വിഷ്വലിലൂടെ ഒക്കെ രൂപപ്പെട്ടു. പിന്നെ അതിന് ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി എങ്ങനെ അവതരിപ്പിക്കാം. അങ്ങനെ അനേകായിരം വർഷങ്ങളുടെ, നൂറുകണക്കിന് വർഷങ്ങളുടെ, 1000 അല്ല 100 വർഷങ്ങളുടെ ശാസ്ത്ര സാങ്കേതികത്വത്തിലൂടെ വളർന്ന് വന്നിട്ടാണ് ഇപ്പം നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ എന്നെ പകർത്തുമ്പോൾ, ഇനി ഒരുപാട് മുമ്പോട്ട് പോകും നമ്മൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ സംഭാവന ചെയ്ത ഏറ്റവും മികച്ച രീതിയിൽ, നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ എങ്ങനെ ഈ വർത്തമാനം ഇനി വരുന്ന തലമുറയ്ക്കും ഇപ്പോഴുള്ളവർക്കും പകർന്നു കൊടുക്കാം എന്നതിലെത്തിക്കുന്നതിന് നമ്മളെ സഹായിച്ചത് എന്തോ അതിന് പറയുന്ന പേരാണ് ശാസ്ത്ര സാങ്കേതികത. അപ്പോൾ ഉറപ്പായിട്ടും ശാസ്ത്ര സാങ്കേതികത നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും ഗുണപരമായി സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ലക്ഷണമാണ് ഈ റെക്കോർഡിങ്. എന്നാൽ അത് മാത്രമാണോ? അല്ല. ഒരു ആയുധം കണ്ടുപിടിച്ച സമയത്ത്, ഒരു കത്തി കണ്ടുപിടിച്ചപ്പോൾ ആ കത്തി കൊണ്ട് അവന് മരം മുറിക്കാനും പഴം മുറിക്കാനും ഭക്ഷണം കഴിക്കാനും പലതരത്തിലുള്ള ഉപയോഗിക്കാൻ അത് സഹായിച്ചതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ കുത്തിക്കൊല്ലാനും അത് ഉപയോഗിച്ചത്. അപ്പോൾ ഏതൊരു വിദ്യയും മനുഷ്യനെ ആർജിക്കുമ്പോൾ അതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. മറ്റത് മനുഷ്യൻ്റെ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ നന്മയിലേക്ക് പോകാനും അത് സഹായിക്കും. ഇപ്പോൾ ഭാഷ രൂപപ്പെട്ടപ്പോൾ ഒരു ഭാഷ ഉപയോഗിച്ചിട്ടാണ് പ്രിയമിത്രമേ എന്ന് വിളിച്ചത്. അതേ ഭാഷ ഉപയോഗിച്ചിട്ടാണ് നീ എൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞത്. ഭാഷ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞാനം കൂടിയാണ്. ഇതുപയോഗിച്ചിട്ട് എനിക്ക് ഈ ലോകത്തിലേക്ക്, എൻ്റെ ഉള്ളിൽ ഇത്രയും പേരോടുള്ള ശത്രുത, ഇതുപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് ലോകത്തിലേക്ക് വിട്ടിട്ട് ഈ ലോകത്തിനെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റാം. അതേസമയം ഇത്രയും പേരോടുള്ള സ്നേഹം ഇതിലൂടെ പുറത്തു വിട്ടിട്ട് ലോകത്തിൽ മുഴുവൻ സ്നേഹത്തെ പ്രസരിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ജീവിതത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണവും ചെയ്തിട്ടുണ്ട്, ദോഷവും ചെയ്തിട്ടുണ്ട്. ഗുണവും ചെയ്യാൻ ദോഷവും ചെയ്യാം എന്നേ പറയാൻ പറ്റും.